ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 15 ലക്ഷത്തിന്റെ അടുത്ത് വില വരുന്ന ഒരു ഇലക്ട്രിക് വാഹനം 10 ലക്ഷത്തിന്റെ താഴെ കിട്ടുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? അതെ, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ഒരു വാഹനവുമായിട്ടാണ്. സിട്രോണിന്റെ EC3. ഈ ഒരു വെഹിക്കിൾ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ സ്വന്തം സെക്കൻഡ് ചോയ്സിലാണ്. അതെ, മുഹമ്മദ് ഖാന്റെ സെക്കൻഡ് ചോയ്സിൽ ഇപ്പോൾ ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ലെറ്റ്സ് റോളിംഗ്. 2024 നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2024 തന്നെ എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ഒരുപാട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു 2030 ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ കമ്പനീസും മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് തന്നെയായിരിക്കും. അപ്പോൾ സിട്രോൺ എന്ന് പറയുന്ന കമ്പനി പലർക്കും ഒരു ധാരണ ഉണ്ടാവില്ല. സിട്രോൺ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ നമ്പർ 1 സസ്പെൻഷൻ മാനുഫാക്ചറിങ് കമ്പനിയാണ്. നമുക്ക് വേണേൽ പറയാം അതിന്റെ അവരുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് കംഫോർട്ടാണ്. അവരുടെ ഏതൊരു വെഹിക്കിൾസ് എടുത്ത് നോക്കിയാൽ അറിയാം, അത്രയും നല്ലൊരു ഡ്രൈവിംഗ് കംഫോർട്ട് വേറൊരു വെഹിക്കിൾസിന് കിട്ടില്ല. കാരണം അത്രയും നല്ല ഫീച്ചർ ഓറിയന്റഡ് അല്ലെങ്കിൽ പോലും ഫീച്ചറിൽ ഒരുപാട് പ്രിഫറൻസ് കൊടുക്കാതെ കുറെ കോസ്റ്റ് കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കുറെ ഫീച്ചേഴ്സ് കുറയ്ക്കെങ്കിൽ പോലും ഡ്രൈവിംഗ് കംഫോർട്ടിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് സിട്രോൺ എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഫ്രഞ്ച് ബേസ്ഡ് കമ്പനിയാണ്, ഫ്രഞ്ച് ബേസ്ഡ് യൂറോപ്യൻ കമ്പനിയാണ് സിട്രോൺ എന്ന് പറയുന്നത്. അവർ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് 2018 2018 C5 എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആയിട്ടാണ് സിട്രോൺ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത്. അവരുടെ ഒരു ഐക്കോണിക് പ്രോഡക്റ്റ് തന്നെയായിരുന്നു C5. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ ഒരു പ്രൈസിങ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 50 ലാക്സിന്റെ അടുത്തായിരുന്നു. 48 ഓർ സംതിങ് ലാക്സ് ആയിരുന്നു അതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ അത്രയും ഒരു പ്രൈസിംഗ് ഉള്ള ഒരു വണ്ടി, അതുപോലെ തന്നെ പുതിയൊരു കമ്പനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ആക്ച്വലി. അതിന് ശേഷമാണ് 2022 അവരൊരു ഹാഷ് ബാക്ക് സെഗ്മെന്റിൽ C3 എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഇറക്കി. അത് അത്യാവശ്യം പ്രൊഡക്ഷനിൽ അത്യാവശ്യം നല്ലൊരു സെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വെഹിക്കിൾ തന്നെയായിരുന്നു. വിത്തിൻ 6 മന്ത്സ്, ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ 2023 മാർച്ചിലാണെന്ന് തോന്നുന്നു, മാർച്ചിൽ തന്നെയാണ്, മാർച്ചിലാണ് നമുക്ക് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ, അവർ C3യുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വന്നു. അതാണ് ഈ ഒരു വെഹിക്കിൾ. ഈ C3 എന്ന് പറയുന്ന ഈ ഒരു വെഹിക്കിൾ ലോഞ്ച് ചെയ്തിട്ട് 2023 മാർച്ചിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഒരു വെഹിക്കിൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിത്തിൻ 6 മന്ത്സ് ഓർ വിത്തിൻ 1 ഇയറിന്റെ ഉള്ളിൽ തന്നെ അതേ സെയിം ഒരു ഇലക്ട്രിക് വെഹിക്കിളും കൂടി ഇറങ്ങുക എന്നുള്ളതാണ്. ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്നത് 320 കിലോമീറ്റർ ആണ്. 320 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശങ്കയായിരിക്കും, ഏകദേശം പ്രാക്ടിക്കലി എത്രത്തോളം കിലോമീറ്റേഴ്സ് കിട്ടുന്നു. ഓൾമോസ്റ്റ് ഒരുവിധം ഒട്ടുമിക്ക എല്ലാവരും ക്ലെയിം ചെയ്തൊരു റേഞ്ച് ആയിരുന്നു 250 കിലോമീറ്റേഴ്സ് അല്ലെ 250 പ്ലസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. പ്രാക്ടിക്കൽ കേസിൽ തന്നെ നമ്മൾ മുഹമ്മദ് ഖാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് ഏകദേശം ഒരു 250 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് റേഞ്ച് കിട്ടിയെന്നുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ട്രസ്റ്റ്. കാരണം ഈ ഒരു പ്രൈസിങ്ങിൽ 250ൻ്റെ മേലെ റേഞ്ച് കിട്ടുക എന്ന് പറയുന്നത് അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ 320 കമ്പനി പറയുന്നുണ്ടെങ്കിലും ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു 250 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് കിട്ടുന്ന ഒരു വെഹിക്കിളും കൂടിയാണിത്. ഇനി എല്ലാവർക്കും ഒരു ആശങ്കയായിരിക്കും ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, വെഹിക്കിളിൻ്റെ വാറണ്ടി നോക്കുകയാണെങ്കിൽ 3 വർഷമാണ്. 3 വർഷം അതല്ലെങ്കിൽ 1,25,000 കിലോമീറ്ററാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ വാറണ്ടി പറയുന്നത്. അത് നമുക്ക് വീണ്ടും വേണമെങ്കിൽ എക്സ്റ്റെൻഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ ബാറ്ററി വാറണ്ടി നോക്കുകയാണെങ്കിൽ, ബാറ്ററി യൂസ് ചെയ്തിരിക്കുന്നതാണ് ഹൈലൈറ്റ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് BYDൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം BYDൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുക. ഈവൻ ടെസ്റ്റിലടക്കം BYDൻ്റെ ബാറ്ററീസാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വെഹിക്കിൾ വന്നിരിക്കുന്നത് BYDൻ്റെ പാക്കേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബാറ്ററിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 7 വർഷമാണ്. 7 വർഷം അതല്ലെങ്കിൽ 1,40,000 കിലോമീറ്ററാണ് ഈ ഒരു ബാറ്ററിൻ്റെ വാറണ്ടി കമ്പനി കൊടുക്കുന്നത്. അല്ലെ, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 29.2 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് DC ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കാരണം MG കോമറ്റ് പോലത്തെ വെഹിക്കിൾസിലൊന്നും ഫാസ്റ്റ് ചാർജിങ് ഇല്ലായിരുന്നു. അത് മെയിൻ ഒരു ഡ്രോബാക്ക് തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഫാസ്റ്റ് ചാർജിങ് ഇല്ലെങ്കിൽ അത് പെട്ടെന്നൊരു ബുദ്ധിമുട്ടാണ്. കാരണം നോർമൽ ചാർജിങ് എന്ന് പറയുന്നത് ഈ ഒരു വെഹിക്കിൾസിൻ്റെ നോക്കുകയാണെങ്കിൽ പോലും AC ചാർജിങ്ങിൽ വരുന്ന ഏകദേശം ഒരു 9 to 10 മണിക്കൂറാണ് നോർമൽ ചാർജിങ്ങിൽ വരുന്നത്. നമുക്ക് വീട്ടിലൊക്കെ ഏകദേശം ഒരു 50 ആംസിൻ്റെ സോക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും അതൊരു പ്രാക്ടിക്കലി വർക്കൗട്ട് ആവണമെന്നില്ല. കാരണം ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാം. ഫാസ്റ്റ് ചാർജിങ് DC ചാർജിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 10 to 80% ചാർജ് ചെയ്യാൻ വെറും 57 മിനിറ്റ് മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. വെറും 57 മിനിറ്റ് കൊണ്ട് നമുക്ക് DC ചാർജിങ്, അതായത് ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഇതിൽ തന്നെ ഈ ഒരു സിട്രോണിൽ ഒരുപാട് കളർ വേരിയൻസ് അവൈലബിൾ ആണ്. നമ്മളെ കൂടെ ഉള്ളത് ഒരു ഗ്രേ കളറാണ്, സ്റ്റീൽ ഗ്രേ എന്ന് പറയുന്ന ഒരു കളറാണ് നമ്മളെ കൂടെ ഉള്ളത്.
അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് മോഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു വെഹിക്കിളിൽ 2 ഡ്രൈവിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡ്രൈവിംഗ് മോഡും അതുപോലെ തന്നെ ഈക്കോ മോഡും അവൈലബിൾ ആണ്. ഈക്കോ മോഡിലിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈക്കോ മോഡിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ഈക്കോ മോഡ് ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റേഞ്ച് അധികമായിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ. പിന്നെ ഈ ഒരു വെഹിക്കിൾസിന്റെ വേരിയൻസ് നോക്കുകയാണെങ്കിൽ മെയിൻലി അന്ന് ഇറങ്ങിയ ടൈമിൽ 2 വേരിയൻസ് ആയി ഉണ്ടായിരുന്ന ലൈവും അതുപോലെ തന്നെ ഫീലും, പിന്നെ അതിന് ശേഷം റീസെന്റ് ഒരു ഷൈൻ എന്ന് പറയുന്ന വേരിയന്റും കൂടി ഇറങ്ങി. അപ്പൊ അന്ന് ഇറങ്ങിയതിൽ വെച്ചിട്ട് ടോപ്പ് എൻഡ് തന്നെയായിരുന്നു. കാരണം സെക്കൻഡ് വേരിയന്റ് ആണ്, അതായത് ഫീൽ എന്ന് പറയുന്ന വേരിയന്റ് മിഡ് വേരിയന്റ് ആണ് നമുക്ക് പറയാം ഇപ്പോഴത്തെ കേസിൽ. അപ്പൊ അന്ന് ഇറങ്ങിയ ആ ഒരു ഫീൽ വേരിയന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ വെഹിക്കിളിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. ഇതിന്റെ വീൽ ബേസ് വന്നിരിക്കുന്നത് 2540 മില്ലിമീറ്റർ ആണ്. പിന്നെ നമുക്കുള്ള ഒരു സംശയമായിരിക്കും ഇത് എത്രത്തോളം പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത്. ഇതിന്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പവർ വന്നിരിക്കുന്നത് 57 PS പവറും അതുപോലെ തന്നെ ഇതിന്റെ ടോർക്ക് വന്നിരിക്കുന്നത് 143 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ്. അപ്പൊ അത്യാവശ്യം ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വണ്ടിയും കൂടിയാണ്. ഇനി ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് 170 മില്ലിമീറ്റർ ആണ്. ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്, ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വെഹിക്കിൾ നമുക്ക് ഏകദേശം 2023 മോഡൽ തന്നെയാണ്. ഓൾമോസ്റ്റ് 1 ഇയർ പോലും ആയിട്ടില്ല ഈ ഒരു വെഹിക്കിൾ നമുക്ക് അവൈലബിൾ ആയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിപ്രിസിയേഷൻ അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസിങ് എന്ന് പറയുന്നത് വെറും 9,90,000 രൂപയ്ക്കാണ് ഈ ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 17,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ഒരു പുതിയ വെഹിക്കിളിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 14.45 ലാക്സ്, ഓൾമോസ്റ്റ് 14 ലക്ഷം രൂപേന്റെ അടുത്ത് വരുന്ന ഒരു വെഹിക്കിളാണ്. അപ്പൊ അത്രയും നല്ലൊരു ഡിപ്രീസിയേഷൻ, 4.5 ലക്ഷത്തിന്റെ മേലെ ഡിപ്രീസിയേഷനിലോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ സ്വന്തമാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിളിന്റെ IDV എന്ന് പറയുന്നത് 12 ലക്ഷത്തിന് മേലുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം തന്നെ ചെയ്യാനും പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു ഫീൽ വേരിയന്റിൽ അലോയ് വീൽസും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ അഡീഷണൽ ചെയ്ത ഒരു കാര്യം കൂടിയാണ് ഈ ഒരു അലോയ് വീൽസിന്റെ പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത്യാവശ്യം കോസ്റ്റ്ലി തന്നെയാണ്. അപ്പൊ 4 വീൽസ് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെ കാണാൻ ഒരു ഡാഷ് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബഡ്ജറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 10 ലക്ഷത്തിന്റെ താഴെ ഇത്രയും നല്ല ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ വെറും 9.90 ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഫുള്ളി പാക്ഡ്, ഇത്രയും ആക്സസറീസും ഈവൻ അലോയ് വീൽസ്, ഡാഷ് ക്യാമറ, എല്ലാ കാര്യങ്ങളുള്ള ഒരു വെഹിക്കിൾ ഈവൻ കേരളത്തിൽ തന്നെ യൂസ്ഡ് കാറിന്റെ ഏത് ഷോറൂമിൽ തന്നെ നിങ്ങൾക്ക് അന്വേഷിക്കാം. കാരണം ഇത്രയും കുറഞ്ഞൊരു വിലയ്ക്ക് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക് ആയിട്ടുള്ള ഈ ഒരു C3 എന്ന് പറയുന്ന സിട്രോണിന്റെ ഇലക്ട്രിക് വെഹിക്കിൾസ് കേരളത്തിൽ തന്നെ വേറെ എവിടെയും ഇറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി എവിടെയെങ്കിലും യൂസ്ഡ് കാറിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഈ ഒരു C3ന്റെ ഏകദേശം ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത് 315 ലിറ്റർ ആണ്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്കിവിടെ കാണാം ഇതിന്റെ ചാർജിങ്ങിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. 315 ലിറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡീസന്റ് ആണ്. കാരണം 300 മേലെ ലിറ്റേഴ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബൂട്ട് സ്പേസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വണ്ടി തന്നെയാണ്. നമുക്കിവിടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. ഈ C3 എന്നുള്ള ബാഡ്ജിങ് കാണാം, സിട്രോണിന്റെ ബാഡ്ജിങ് കാണാം സെൻട്രലായിട്ട് തന്നെ. അപ്പൊ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുഹമ്മദ് ഖാന്റെ സെക്കൻഡ് ചോയ്സിൽ അവൈലബിൾ ആണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് സിട്രോണിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും തന്നെ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ ഞാൻ ഏകദേശം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നേരെ സെക്കൻഡ് ചോയ്സിലേക്ക് കോൺടാക്ട് ചെയ്യുക. സെക്കൻഡ് ചോയ്സിൽ മുഹമ്മദ് ഖാനിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് പാവങ്ങാടാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഇന്ന് തന്നതും മുഹമ്മദ് ഖാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സിട്രോണിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നല്ലൊരു അഡ്വാൻറ്റേജ് ചെയ്യുന്നത്. കാരണം അത്രയും ഡിപ്രിസിയേഷനിലാണ് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വെറും 10 ലക്ഷത്തിന്റെ താഴെ ഇത്രയും നല്ലൊരു വണ്ടി ഇനി വേറെ എവിടെയും കിട്ടും തോന്നില്ല. കാരണം കേരളത്തിൽ തന്നെ വെല്ലുവിളിക്കുകയാണ്. കാരണം കേരളത്തിൽ തന്നെ വേറെ എവിടെയും കിട്ടാത്തൊരു പ്രൈസിങ്ങിലാണ് ഞാൻ ഒരു വണ്ടി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. ഈ ഒരു ഓഫർ ഒരിക്കലും മിസ് ചെയ്യേണ്ട. അപ്പൊ നമുക്ക് മറ്റൊരു ടോപ്പിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.